അയ്യോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടപ്പോൾ ഓർത്ത് കാണുമല്ലോ, ഈ ചേച്ചി രാവിലെ എന്താ നിക്കറും ബുക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്നത്, നിക്കറുമായിട്ട് എന്താ സംഭവം, നിക്കറുമായിട്ട് എന്താണ് ഹാക്ക് എന്നൊക്കെ ഓർത്ത് കാണും അല്ലേ. അപ്പോൾ ഇത് എൻ്റെ നിക്കറല്ല കേട്ടോ, ഇത് കുഞ്ഞിൻ്റെ ഒരു ഷോർട്സാണ്. എൻ്റെ അനിയത്തി കൊടുത്ത ഒരു ഷോർട്സാണ്, അവൾ മേടിച്ചു കൊടുത്തൊരു ഷോർട്സാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഒട്ടും ഇത് പാകാവത്തില്ല. അപ്പോൾ എന്നാൽ ഇതുകൊണ്ടൊരു ഹാക്ക് നോക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നിങ്ങൾക്ക് തന്നെ ഇപ്പം തന്നെ മനസ്സിലായി കാണുമായിരിക്കും അത് എന്താണെന്നുള്ളത്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും ഇപ്പോൾ ഇടുന്നുണ്ടത്. അപ്പോൾ നമുക്ക് എന്താ ഇത് പരീക്ഷിച്ച് നോക്കാത്തതെന്ന് ഞാനും ചിന്തിച്ച് നോക്കിയിട്ടോ. വേറൊന്നുമല്ല, അപ്പം നമ്മുടെ പാൻറ്റും ഷൂട്ട്സും ഒക്കെ ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമ്മൾ പിന്നു കുത്തും, അല്ലെങ്കിൽ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ ബെൽറ്റൊക്കെ എടുത്തിട്ടും അല്ലേ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് അതൊന്നും വില പോവില്ല കേട്ടോ, അവർ നമ്മളെ പറപ്പിക്കും. നമ്മളെക്കാളും ഒരുപടി മുമ്പിലാണ്, പ്രത്യേകിച്ച് എൻ്റെ കൊച്ചിനെ പോലത്തെ. അവളൊന്നും ഒട്ടും സമ്മതിക്കില്ല അങ്ങനെയൊന്നും ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനെന്താ ഒരു പോംവഴിയെന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ നേരെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് കുറേ നാളായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ ഇടാതിരുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു വീഡിയോ ചെയ്തായിരുന്നു. അത് അവൾ ഭയങ്കര വഴക്കം കരച്ചിലൊക്കെ ആയതുകൊണ്ട് അതിനകത്ത് ഞാൻ പിന്നെ അത് ഡിലീറ്റ് ആക്കി കളഞ്ഞ്, എഡിറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അത് ഡിലീറ്റ് ആക്കി കളഞ്ഞു. അപ്പോൾ ഞാൻ മേടിച്ച സാധനം ഇതാണ്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ. ഇത് ചെറിയൊരു ക്ലിപ്പോ പിന്നെന്നോ അങ്ങനെ എന്താണെങ്കിലും പറയാം കേട്ടോ. ഞാനിത് മേടിച്ചേക്കണ മീഷോ എന്നാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പവും കൂടാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പം കുറേ സ്ഥലത്ത് പോയപ്പോൾ അത് ഇട്ട് നോക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. കുഞ്ഞിനെ വിട്ട് പോകുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇത് നമുക്ക് ആദ്യം നമ്മുടെ ലൂസായിട്ടുള്ളതിൻ്റെ ലെങ്ത്ത് നോക്കണം, എത്രത്തോളം നമുക്ക് ലൂസായെന്നുള്ളതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് നമുക്കിത് ക്ലിപ്പ് ചെയ്യാം. ഇതിപ്പം ഈ സൈഡിൽ നമ്മൾ ക്ലിപ്പ് ചെയ്യുന്ന കേട്ടോ. ക്ലിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇതുപോലത്തെ ഒരു യു പിന്നും ഇതുപോലത്തെ ഒരു ഐ ഷേപ്പിലുള്ളൊരു പിന്നും തന്നിട്ടുണ്ട്. അയ്യാണോ എന്തുവാണോ ഏതോ ഒരു ഷേപ്പിലുള്ളൊരു പിന്നും. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ക്രോസ് ചെയ്യാറുണ്ട്. പണ്ടത്തെ യൂണിഫോമിനൊക്കെ ഇങ്ങനത്തെ സംഭവമില്ലായിരുന്നു, അതുപോലത്തെ തന്നെ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇവിടെ നോക്ക്, ഈ രണ്ട് ഹോള് തന്നിട്ടില്ലേ, ഈ ഹോളിലോട്ട് ഇതുപോലെ പിന്നിട്ടിട്ട് ഇതിൻ്റെ അടിയിലെ സാധനമൊക്കെ ഈ സംഭവം നമ്മൾ കമ്മലിൻ്റെ പുറകിലിടുന്ന പോലത്തെ അതിൻ്റെ ഏകദേശം ഒരു ഷേപ്പ്, അതിൻ്റെ ഒരു ഹോള് കണ്ടോ, അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നോളൂ. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഊരാനായിട്ടാണ് ഒരു ചെറിയ പണിക്കെട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തിരിച്ചാൽ മതി. ചിലതൊക്കെ വെക്കുന്ന ഊരിപ്പോരും, ചിലത് ഊരാൻ പാടുള്ളത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഊരാൻ പാടുള്ളത് കാണും. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് വെച്ചേക്കുമല്ലേ. അപ്പോൾ ഒരു കത്രിക എടുത്തിട്ട് ഇതിൻ്റെ ആ ചെറിയൊരു ഇത് കണ്ടോ, ഈ ഒരു ഹോള് പോലത്തെ സംഭവം കണ്ടോ, അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ വലിച്ചാൽ മതി കേട്ടോ. അതിങ്ങനെ വിട്ടു പോകുന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഊരിയെടുക്കാം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കാണിച്ചു തരാം. അത് ഉണ്ടോ, അവിടെ ഇരുന്നു കേട്ടോ. ഇനി അടുത്ത നമുക്ക് അങ്ങനെ പിൻ ചെയ്ത് വെക്കാം. ഇതും അങ്ങനെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഈ പിന്നാണ് കേട്ടോ. ഈ പിന്നെടുത്തിട്ട് നമുക്ക് വീണ്ടും പിൻ ചെയ്ത് വെക്കാം. കണ്ടോ, ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹോളിലോട്ട് വെക്കണം കേട്ടോ.
ജീൻസ് വെച്ച് പാടാണ് വലിച്ച് മുറുക്കി കുത്താൻ. ഇത് ഇങ്ങനെ ഇരുന്നോളും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അകം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ദേഹത്ത് കൊണ്ടുകയറുമോ അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തടിച്ച് നിൽക്കുകയോ മുഴച്ച് നിൽക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ദൂരെ എടുക്കാനും ഈസിയാണ്. ഇതിങ്ങനെ തിരിച്ച് കണ്ടോ തൊട്ടപ്പോഴേ പോകുന്നു. ചിലത് പോരാൻ ഇച്ചിരി പാടാണ്. അത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ പോരാത്ത ഇങ്ങനെ ഇരിക്കണതുകൊണ്ട് ഇതിൻ്റെ ഹോളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ അത് വിട്ടു പോകുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. അപ്പം ഈ ഹാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ അത്യാവശ്യത്തിന് പോകുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഊരാനും ഇടാനും ഉള്ള കാര്യത്തിലുള്ള സംശയമെല്ലാം നിങ്ങൾക്ക് തീർന്നില്ലേ, ക്ലിയർ ആയി കിട്ടിയില്ലേ? അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.